അറവാതിൽ പണിയും ഞാൻ ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ. ഹലോ ആരാ ഇത് ആരാ ഇത്ര ഉറക്കെ ഇവിടെ ചിരിക്കാൻ പാടില്ല. ഇത്രയും ഉറക്കെ ഇവിടെ ചിരിക്കാൻ പാടില്ലെന്ന്. എടാ ഞാൻ ഇതിക്ക് മുമ്പ് ഇതിലും ഭയങ്കര ഒച്ചത്തിൽ ഞാൻ കരഞ്ഞപ്പോ നീ കരയണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ. അതെ നിങ്ങൾ ആരാ എന്നെ മനസ്സിലായില്ലല്ലേ? നോക്കടാ, ഡിസ്കോ രവീന്ദ്രൻ. ഡിസ്കോ രവീന്ദ്രൻ മെലിഞ്ഞുണങ്ങിയ ഒരു കോലത്തിലല്ലേ? ഇതെന്താ വയറൊക്കെ ആയിട്ട്? ഞാൻ സത്യമായിട്ട് ഞാൻ ഡിസ്കോ രവീന്ദ്രനാ. ഇത് കണ്ടാ മനസ്സിലാവില്ല ഇത്രയും തടിച്ചു. അത് ഞാൻ ഗ്യാസ് കയറിയതാ. ഫ്ലൈറ്റിനകത്ത് ഞാൻ ഒരുപാട് നേരം ഇരുന്നപ്പോ ഗ്യാസ് കയറിയത്. ഇത്രയും ഗ്യാസ് ഒക്കെ ഒരാളുടെ വയറ്റിൽ കേരളത്തിൽ ഞാൻ ഹോൾസെയിൽ ഡീലറാണ് ഗ്യാസിന്റെ. ഗ്യാസ് കയറിയത്. പക്ഷെ എനിക്ക് വിശ്വാസമില്ല ഡിസ്കോ രവീന്ദ്രനാണ്. ഞാൻ ഡിസ്കോ രവീന്ദ്രനാണ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഞാൻ സത്യമായിട്ട് ഡിസ്കോ രവീന്ദ്രനാണ്. എനിക്കറിയില്ല. അല്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ നിങ്ങൾ ഡിസ്കോ രവി എന്ന് വിളിക്കണം. ഹലോ ഡിസ്കോ രവി. എന്നാളെ ചേട്ടാ അപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഡിസ്കോ രവിയാന്ന്? ഞാനാ ഡിസ്കോ രവി. പണ്ടൊരിക്കൽ നിന്നെ ആട്ടിപ്പായിച്ചു വിട്ടാ എന്റെ പെങ്ങളുടെ പിറകെ നടന്നേനെ. പണ്ട് ആട്ടിപ്പായിച്ച രവി അല്ല ഞാൻ. ഇന്ന് എനിക്ക് കാശുണ്ട്, ബംഗ്ലാവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നിനു വേണ്ടി ഞാൻ അലയുകയാണ്. എന്തിനു വേണ്ടിയാ ചേട്ടാ? ഒരല്പം ഭക്ഷണത്തിന് വേണ്ടി. ഭക്ഷണമല്ല, സ്നേഹത്തിന് വേണ്ടി. അതും എന്റെ നന്ദിനിയുടെ സ്നേഹത്തിന് വേണ്ടി. എവിടെയാ എന്റെ നന്ദിനി? നന്ദിനി പ്രസവത്തിന് പോയി. ഈശ്വര, ഇത്രയും നാൾ ഈ കോടീശ്വരനാക്കിയേ ഞാൻ ഈ കാത്തിരുന്നത് ഈ ഗർഭവാർത്തയ്ക്ക് വേണ്ടിയിട്ടാണോ? ഗൾഫിലെ വാർത്തയോ? എന്താ ചേട്ടാ? ഗൾഫ് വാർത്തയല്ല, ഗർഭവാർത്ത. ഞാൻ അനാവശ്യം പറയാതെ അവളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവളെ ചതിക്കായിരുന്നു. ഏത് കാവാലികനാണ് അവളെ ചതിക്കപ്പറ? അവളുടെ ചേച്ചിയുടെ പ്രസവത്തിന് അവളെ കൂട്ടുപോയതാ. ചേച്ചിയുടെ പ്രസവത്തിനു? അല്ല നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ ഗൾഫിൽ വൈറ്റ് ഹൗസിലായിരുന്നു. ഗൾഫിലല്ലോ വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസ് അമേരിക്കയിലല്ലേ? അത് അമേരിക്കയിലെ വൈറ്റ് ഹൗസ്. ഇത് ഗൾഫില് വൈറ്റ് ഹൗസ്. കുമ്മായൊക്കെ അടിച്ച ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലായിരുന്നു, വീടിന്റെ ഉള്ളിൽ. എന്റെ അനിയത്തിയെ കെട്ടിച്ചു കൊടുക്കുന്ന ഒരു വലിയ പണക്കാരന് മാത്രമേ കെട്ടിച്ചു കൊടുക്കുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ആണോ? എങ്കിൽ നീ ഉറപ്പിച്ചോ എനിക്ക് കെട്ടിച്ചു തരാനായിട്ട്. നിനക്കൊരു കാര്യം അറിയാമോ? ഗൾഫിലെ ആകെപ്പാടെ രണ്ട് അത്ഭുതങ്ങളേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ബുർജ് ഖലീഫയും പിന്നെ ഒന്ന് കഴുത്തിന് വല്ല കുഴപ്പമുണ്ടോ? കഴുത്തിന് കുഴപ്പമില്ല. പിന്നെ ഒന്നും ഞാനാണ്. അയ്യോ, അങ്ങനെ രണ്ട് അത്ഭുതങ്ങളേ ഉള്ളൂ. വേറൊരു സത്യമുണ്ട്. എന്താണ്? പക്ഷേ ഈ കൊച്ചു നിൽക്കുന്നത് പറയാൻ പറ്റില്ല. ശ്രുത ഒന്ന് അങ്ങോട്ട്. എന്താ കുഴപ്പം? എന്താ നഗ്ന സത്യം അതാ. ശ്രുത ഒന്ന് അങ്ങോട്ട് പോകും. ഞാനൊന്ന് അങ്ങോട്ടേക്ക് ഇരിക്കാം. നിങ്ങൾ തമ്മിൽ തീർത്തോ. എന്താ? നിനക്കൊരു കാര്യം അറിയാം. അറബിയുടെ മോളെ വരെ എനിക്ക് കെട്ടാം. എന്നിട്ടെന്നാ നീ കെട്ടാതെ? അറബി മോള് സമ്മതിക്കണ്ടേ? എനിക്ക് സമ്മതമാവണ്ടേ? കാരണം എനിക്ക് നിന്റെ പെങ്ങളും നന്ദിനി തന്നെ എന്റെ ഉള്ളില്. നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഈ ആൾക്കാരും വിശ്വസിക്കില്ല. ഇല്ലേ? ഇല്ല. എന്നാ ഞാൻ അറബിയായിട്ട് വന്നാലോ? ഏത് വേഷത്തിൽ വന്നാലും ഞാൻ കണ്ടുപിടിക്കും. ഞാൻ വേഷം മാറി വന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്റെ മുതലാളി അറബിയായിട്ട് ഞാൻ ഇവിടെ വന്നാലോ? അപ്പൊ നീ വിശ്വസിക്കോ? കൊണ്ടുവന്ന് നോക്ക്. ഹൽ ഖുലാത്ത മലായ. നീ ഞെട്ടാൻ തയ്യാറായിട്ട് നിന്നോളാൻ. അറബിയായിട്ട് ഞാനിപ്പോ വരാം. അറബി അറബി. പിന്നെ ഇപ്പൊ വരും അറബി. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മാജിക് മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ വരാൻ പോകുന്ന പെർഫോമൻസ് ഏതാന്ന് ഒരു ഗസ് ചെയ്യാമോ? ഏതായിരിക്കും? മെന്റലിസം ആണ് വരാൻ പോകുന്നത്. യെസ്, മെന്റലിസവും മാജിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടല്ലേ? ഇന്ന് വരാൻ പോകുന്ന ആള് ചില്ലറക്കാരനല്ല. ലോകം മുഴുവൻ അദ്ദേഹത്തെ വിളിക്കുന്ന പേര് മിസ്റ്റർ വിൻ എന്നാണ്. പ്രവീൺ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. മാജിക് ലോകം അദ്ദേഹത്തെ വിളിക്കുന്നത് നേവി പ്രവീൺ എന്നാണ്. കാരണം കുറെ പ്രവീൺ ഉള്ളത് കൊണ്ട് നേവി പ്രവീൺ എന്നാണ് നമ്മൾ, നേവി പ്രവീൺ സാർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ മിസ്റ്റർ വിന്നെ ഞാൻ ഈ വേദിയിലേക്ക് അഭിമാന പുരസ്സരം സ്വാഗതം ചെയ്യാണ്. വെൽക്കം മിസ്റ്റർ വിൻ. This is Grand Magical Circus powered by Amrita Bindu. നമുക്കൊരു കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ട്രൈ ചെയ്യാം. Can you move to this side, please? So, Kalesh ഒരു ചെറിയ magician-ആണ്, so I'll leave you for some time. But you are my victim. Okay, ready sir. I'm ready. You're ready, yeah? Yeah. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ പ്രീ അറേഞ്ച്മെന്റ് ഒന്നും ഇല്ല. എന്നോട് രഹസ്യമായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഓഡിയൻസിനോടൊന്ന് പറയും. ദാറ്റ് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് വെരി ട്രൂ അല്ലേ? ആക്ച്വലി നമ്മൾ തമ്മിൽ ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ വെച്ചിട്ട് കലേഷ് ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് സാറിനെ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മൾ സാറിനെ ഇൻവൈറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഞാൻ സാറിൻ്റെ അടുത്ത് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത് കലേഷ് നേരത്തെ ചോദിച്ചു ഈ മൈൻഡ് റീഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് മനസ്സ് റീഡ് ചെയ്യുന്നത് ഒരു മെത്തേഡാണെങ്കിലും ടു പുട്ട് തോട്ട്സ് ഇൻ യുവർ മൈൻഡ്, അതാണ് കുറേ കൂടെ ഞങ്ങൾ ചെയ്യാറ്. സോ ഞാനിപ്പോൾ
നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഒരു ഐഡിയ ഇല്ലല്ലോ മനസ്സിൽ. No ഐ എം idea. ഗോയിങ് ടു റൈറ്റ് സംതിങ് ഹിയർ, ബട്ട് യു ഡോണ്ട് സീ ഇറ്റ്. ഓക്കെ, യു ഡോണ്ട് സീ ഇറ്റ്. ഓക്കെ, ഐ എം ഗോയിങ് ടു റൈറ്റ് one word and Shruta. Shruta, right? Yes. Close your eyes. Okay, don't look. ഞങ്ങൾ പറയുന്നവരെ don't look. I'm going to paste something on your forehead. Okay. Okay, അത് ക്യാമറയ്ക്ക് കാണാം, ഓഡിയൻസിന് കാണാം, but you cannot see it. Okay. ശ്രുതയോട് ഞാൻ ആദ്യം ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാൻ പോവാണ്, പറയാൻ പോവാണ്. Okay. Yeah. Okay. I want you to think of a word in English language. English language, any word. Any word. But don't make it too complicated. അതായത് വലിയ വേർഡ്സ് ഒന്നും വേണ്ട. Okay, sir. And now please tell the audience the word she is thinking of. You're thinking of. എനിക്ക് പറയാലോ അല്ലേ? മനസ്സിൽ വിചാരിച്ച ഒരു വേർഡ് മനസ്സിൽ വിചാരിച്ചോ? എനിക്ക് മനസ്സിൽ പെട്ടെന്ന് ഞാൻ വിചാരിച്ചൊരു വേർഡ് is hope. Spelling? HOPE. Hope. എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചിട്ടില്ല. Audience is impressed. Now open your eyes. Okay, let me remove the paper and let me show you what I had written. Oh my God. That was the thought that came to your mind. ഇങ്ങനെയാണ് നമ്മൾ ഒരു തോട്ട് മനസ്സിലേക്ക് ഇടുന്നത്. Yeah? Okay. Now let me try one more thing with you. Okay. Let me try one more thing. ഇതൊരു റുബിക്സ് ക്യൂബ് ആണ്. You can ആ പേപ്പർ കളക്ഷന് കൊടുത്തോ, കളേഷ് അത് പോക്കറ്റിൽ ഇട്ടോ. നെറ്റലിന് മാറിക്കോളൂ. This is a fairly mixed up cube അല്ലേ? കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ റുബിക്സ് ക്യൂബ്. സോൾവ് ചെയ്യാനും അറിയാം, പക്ഷേ എനിക്ക് മുഴുവൻ സോൾവ് ചെയ്യാൻ അറിയില്ല കേട്ടോ. സോ ബട്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു മിക്സ്ഡ് അപ്പ് ക്യൂബാണ്. Can you just show me your hand? Like, ഞാനിത് കുറച്ചും കൂടെ ഒന്ന് മിക്സപ്പ് ചെയ്യാണ്. Can you just show me your hand? Yeah. I'm going to place the cube on your hand. Okay, sir. ഇതിനകത്ത് 6 കളേഴ്സ് ഉണ്ട്. Yes. You have blue, yellow, red, green, orange and white. Yes. Think of one color in your mind. From this. പറയ്. ഞാൻ ആക്ച്വലി വിചാരിച്ച കളർ ഗ്രീൻ ആണ്. ഗ്രീൻ ആണ്. ഗ്രീൻ. അതൊരു അബ്സല്യൂട്ട് ഫ്രീ ചോയ്സ് അല്ലേ? Yes, of course. Okay. In a second ഇതിലുള്ള എല്ലാ ഗ്രീൻ കളേഴ്സും ഡിസപ്പിയർ ആവും. നോക്കിക്കോ, എല്ലാ സൈഡിലും നോക്കിക്കോ, ഇതിനകത്ത് ഗ്രീൻ ഉണ്ടോ? No, keep your hand flat. Yeah, I'll move it. Can you see green? No. Anywhere? Kalesh, can you see green anywhere? ഗ്രീൻ ഇല്ല ഇതില്. ഇതിനകത്ത് ഗ്രീൻ ഞാൻ കളർ നോക്കിയത് ആക്ച്വലി ഗ്രീൻ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കൊരു ഫുൾ ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയില്ല. Okay, but see all the green colors that you selected is in the bottom. ഒരു സൈഡ് മാത്രം സോൾവ് ചെയ്യാൻ പറ്റും. സോ ഞാൻ കളേഴ്സ് വെച്ചിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ പോവാം. സോ ഐ ഹവ് ഗോട്ട് എ സ്മോൾ ക്യൂബ് ഇവിടെ. ഇത് റുബിക്സ് ക്യൂബിൻ്റെ ഒരു കഷ്ണം, ഒരു വലിയ റുബിക്സ് ക്യൂബിൻ്റെ ഒരു കഷ്ണമാണ്. ഇതിലും 6 കളേഴ്സ് ഉണ്ട്. ഈ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ആൾക്കാരുടെ പേഴ്സണാലിറ്റി റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി ഹാവ് ഓഡിയൻസിനിടയിലും കുറച്ച് adults ഉണ്ട്. So I'm going to invite a couple of people on the stage. Sir, would you join me? Okay, so let's give them a warm round of applause. Okay, നിങ്ങൾ രണ്ടുപേരും ഈ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കണം അല്ലേ? നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതിനെ ആദ്യം കാണുകയാണ്, ഞാനും നിങ്ങളെ ആദ്യം കാണുകയാണ്. കറക്റ്റ്? ഓക്കെ, സാറിൻ്റെ പേരെന്താ? ബോസ്. ഓക്കെ, സാറ് ആ മൈക്ക് ടീച്ചറിന് കൊടുക്കുക. ബോസ്, സർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്യൂബിൽ പല കളേഴ്സ് ഉണ്ട്. ഇഷ്ടമുള്ളൊരു കളറ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ കളറ് മുകളിൽ വെച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് അടച്ചു പിടിക്കുക. ഞാൻ കാണത്തില്ല ഏത് കളറാണ് എടുത്തതെന്ന്. ഓക്കെ, സോ യു ഡു ദാറ്റ് ബോസ്. ഓക്കെ, അപ്പോൾ ബോസ് സാർ അത് ചെയ്യാൻ നേരത്തെ ഞാൻ അങ്ങോട്ട് നോക്കുന്ന പോലുമില്ല. ഇവിടെ TV സ്ക്രീൻസ് ഒന്നുമില്ല. ഐ നോ ക്യാമറ എടുക്കുന്നുണ്ട്, ബട്ട് ഐ കാൻ സീ എനിത്തിങ് അല്ലേ? ആൻഡ് ഐ എം ടോക്കിംഗ് ടു യു. അപ്പോൾ അവിടെ അത് നടക്കാണ്. സാർ അത് ചെയ്തോ? ഞാൻ സാറിൻ്റെ ഒരു പേഴ്സണാലിറ്റി നോക്കുകയാണ്. ഓക്കെ, സാറിനെ കണ്ടാൽ ഒരു പീസ്ഫുൾ നേച്ചറാണുള്ളത്. ഇൻ യുവർ ഹാർട്ട് ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഒരാൾ, പക്ഷെ നല്ല അടക്കവും ഓർഡറും ഉള്ള ആൾ. അതായത് തിങ്സ് ഒക്കെ നീറ്റ് ആൻഡ് ടൈഡി ക്ലീൻ ആയിട്ട് വെക്കാൻ താല്പര്യമുള്ള ഒരു 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 പേഴ്സണാലിറ്റിയാണ് സാറിനുള്ളത്. ഓക്കെ, ഈ പേഴ്സണാലിറ്റിയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരേ ഒരു കളറിലാണ്. ആൻഡ് ദാറ്റ് കളർ ഈസ് ദ കളർ ബ്ലൂ. അപ്പോൾ ഞാൻ പറയുന്നു
സാറിൻ്റെ പേഴ്സണാലിറ്റി ഞാൻ പറഞ്ഞ ശരിയാണെങ്കിൽ സാറ് സെലക്ട് ചെയ്ത കളർ ബ്ലൂ ആയിരിക്കും. പ്ലീസ് ഷോ കലേഷ് കം ഫോർവേഡ്, കൈവക്ക് കാണിച്ചു കൊടുക്കുക. എല്ലാം കാണിച്ചു കൊടുത്തോളൂ. ക്യാമറയും കാണിച്ചു കൊടുക്കുക. സോ ഹി സെലക്ടഡ് ബ്ലൂ. പെർഫെക്റ്റ്. സാർ അവിടെ നിന്നോ. ടീച്ചർ മൈക്ക് സാറിന് കൊടുക്കുക. ടീച്ചറിൻ്റെ പേരെന്താ? സോഫിയ. ഓൾറൈറ്റ്, സോഫിയ ടീച്ചർ. ഇനി മൈക്ക് കൊടുത്തോളൂ. അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു കളർ സെലക്ട് ചെയ്യുക, മുകളിൽ വെക്കുക, മറ്റേ കൈ കൊണ്ട് അടച്ചു പിടിക്കുക. ഓക്കെ, ഐ ടേൺ മൈ ബാക്ക് അഗൈൻ. ഓക്കെ. അപ്പോൾ ഇത് എന്താ പറയുക, ശരിക്കും നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ചോയ്സസിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ പേഴ്സണാലിറ്റി നോക്കിയിട്ടായിരിക്കും ഞാനിത് ചെയ്യുക. ഓൾറൈറ്റ്, യു ഡൺ. ടീച്ചറിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്ന് അറിയാമോ? ഷീ ഈസ് എ വെരി ഫ്രണ്ട്ലി ടീച്ചർ. എല്ലാവരുമായിട്ടും സ്റ്റുഡൻസുമായിട്ടും ഒക്കെ ഫ്രണ്ട്ലി ആയിരിക്കണം. അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരിക്കും. അവർ വളരണം, ഉയരണം എന്നുള്ള ആഗ്രഹമുള്ള, ഹെൽപ്ഫുള്ളായിട്ടുള്ള, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. ടീച്ചറിന് ഒരു കൈയടി ഇത് കൊടുത്തേ. ഞാൻ ഉണ്ടാക്കി പറഞ്ഞതൊന്നുമല്ല, അതാണ് ഞാൻ ടീച്ചറിൻ്റെ മുഖത്ത് കാണുന്ന പേഴ്സണാലിറ്റി. അതേസമയം ഇത് തന്നെയാണ് യെല്ലോ കളറിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം ഞാൻ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ടീച്ചർ യെല്ലോ കളറ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ശരിയാണോ ഇല്ലയോ? ഓക്കെ, ഞാൻ നോക്കിയോട്ടെ. ദാറ്റ് ഈസ് ഇറ്റ്, യെല്ലോ കളർ. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനോട് ചോദിക്കാം. ബാലചേട്ടാ, ഈ ആക്ട് ഒരു ബ്രില്യൻറ്റ് ആക്ടാണ്. ഈ വേദിയിൽ കാണുമ്പോൾ വളരെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. വെരി നൈസ് ആക്ട്. താങ്ക് യു മിസ്റ്റർ വിൻ. താങ്ക് യു സോ മച്ച് സർ.